നമസ്കാരം. അങ്ങനെ വോട്ടെണ്ണൽ തുടങ്ങിക്കഴിഞ്ഞു. എന്താണ് സംഭവിക്കുന്നത് എന്ന് വരും മണിക്കൂറിൽ നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. തുടക്കത്തിൽ എനിക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ മനസ്സിലേക്ക് വരുന്നത് ഏറ്റവും കൗതുകകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ പ്രശാന്ത് കിഷോർ ആയിരുന്നല്ലോ NDAക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ ഇത്തവണ വോട്ട് കൂടുമെന്ന് പറഞ്ഞത്. നമ്മളിപ്പം ചർച്ച ചെയ്യുന്നത് എക്സിറ്റ് പോൾ ഫലങ്ങളെ വെച്ചിട്ടാണ്. കാരണം പുറത്തു വന്ന എക്സിറ്റ് പോൾ ഫലങ്ങളിൽ മിക്കവാറും എനിക്ക് തോന്നുന്നു ഒരു 11 എക്സിറ്റ് പോൾ ഫലങ്ങളിൽ അതിൽ 10ഉം പ്രവചിച്ചത്, അല്ലെങ്കിൽ ആ എക്സിറ്റ് പോൾ ഫലങ്ങളുടെ പശ്ചാത്തലത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് NDA ഒരു 350 കൂടുതൽ സീറ്റുകൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും കഴിഞ്ഞ പ്രാവശ്യം 352 NDAക്ക് കിട്ടിയത്. BJPക്ക് 303ഉം NDAക്ക് 352 ആയിരുന്നു. ഇത്തവണ അതിനേക്കാൾ കൂടുതൽ സീറ്റുകളാണ് എക്സിറ്റ് പോൾ പ്രവചനം നടത്തിയിരിക്കുന്നത്. മിക്കവാറും എക്സിറ്റ് പോളുകളൊക്കെ ചിലത് 400-400-ലധികം എന്നൊക്കെ പറയുന്നു. അപ്പൊ ഞാൻ പ്രശാന്ത് കിഷോറിലേക്ക് തിരിച്ചു വരട്ടെ. അപ്പൊ പ്രശാന്ത് കിഷോർ ആണ് ഇതിനൊക്കെ മുമ്പ് കഴിഞ്ഞ ആഴ്ചയാണ് പ്രശാന്ത് കിഷോർ പറഞ്ഞിരുന്നത് NDAക്ക് 350 ഓളം അല്ലെങ്കിൽ 350 കൂടുതൽ സീറ്റുകൾ ഈ പ്രാവശ്യം കിട്ടുമെന്ന് പറഞ്ഞത്. ഇത് കേട്ടോ, ഏതാണ്ട് ഇതിന്റെ സമാന്തരമായിട്ട് തന്നെ നമ്മുടെ യോഗേന്ദ്ര യാദവിന്റെ ഒരു അസസ്മെന്റ് വന്നിരുന്നു. യോഗേന്ദ്ര യാദവ് പറയുന്നത് കേവല ഭൂരിപക്ഷം കിട്ടില്ല, NDAക്ക് കേവല ഭൂരിപക്ഷം കിട്ടില്ല, ഏതാണ്ട് ഇന്ത്യ മുന്നണിയാണ് അധികാരത്തിലേക്ക് വരാൻ പോകുന്നത് എന്നുള്ള തരത്തിലായിരുന്നു യോഗേന്ദ്ര യാദവിന്റെ പ്രവചനം ഉണ്ടായത്. അപ്പോൾ പ്രശാന്ത് കിഷോറിന്റെ ഈ പ്രവചനം വന്ന ഉടനെ തന്നെ ഈ പ്രതിപക്ഷ കക്ഷികൾ മുഴുവനും ഈ പ്രശാന്ത് കിഷോറിനെതിരെ അധിക്ഷേപങ്ങൾ ചൊരിയുകയായിരുന്നു. ട്രോളുകൾ, അധിക്ഷേപങ്ങൾ, എന്താ പറയാ, പരിഹാസങ്ങളൊക്കെ ചൊരിയുകയായിരുന്നു. അപ്പോൾ പ്രശാന്ത് കിഷോർ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, ഈ 4-ാം തീയതി എന്ന് പറഞ്ഞാൽ ഇന്ന് ഈ വോട്ട് എണ്ണി കൊണ്ടിരിക്കുമ്പോൾ പ്രതിപക്ഷങ്ങൾ ധാരാളം വെള്ളം കരുതിയിരിക്കുന്നത് നല്ലതാണ്. കാരണം പ്രതിപക്ഷ നിരകളിലുള്ള ആൾക്കാരുടെ ഒക്കെ ശരീരമാകെ വരളും, മനസ്സ് വരളും. അപ്പൊ ഏതായാലും കുറച്ച് വെള്ളം കുടിക്കുന്നത്, അല്ലെങ്കിൽ നന്നായി വെള്ളം കുടിക്കുന്നത് നന്നായിരിക്കുമെന്ന് പ്രശാന്ത് കിഷോർ പറഞ്ഞിരുന്നു. അപ്പം എനിക്ക് അതാണ് എന്റെ മനസ്സിലേക്ക് വരുന്ന ഒരു കൗതുകം എന്ന് പറയുന്നത്. ഇതിനോട് കൂട്ടിച്ചേർത്ത് കാണേണ്ടത്, ഈ എക്സിറ്റ് പോൾ പ്രവചനങ്ങളുടെ ഫലമായിട്ടേ അത് കേരളത്തിലും NDA അക്കൗണ്ട് തുറക്കും, അല്ലെങ്കിൽ BJP അക്കൗണ്ട് തുറക്കും എന്നായിരുന്നു നമ്മുടെ ഈ പ്രവചനങ്ങളിലൊക്കെ, എക്സിറ്റ് പോൾ പ്രവചനങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ ഒരു ത്രില്ലിലാണ് നമ്മുടെ നാട്ടിലെ BJP പ്രവർത്തകർ. കാരണം എത്ര കാലമായി, എത്ര വർഷമായി പാവങ്ങൾ കാത്തിരിക്കുന്നു, എങ്ങനെയെങ്കിലും ഒരു താമര വിടരാൻ ഇവിടെ വല്ല സ്കോപ്പുണ്ടോ, അല്ലെങ്കിൽ താമര വിടർത്താൻ കഴിയുമോ എന്നുള്ളതൊക്കെ എല്ലാവരും ഒരു എക്സിറ്റ് പോളിലും അങ്ങനെ പ്രവചിച്ചിരുന്നില്ല മുമ്പൊന്നും. പക്ഷെ ഇത്തവണ എക്സിറ്റ് പോൾ പ്രവചനം നടത്തി അതോടെ ആകെ അങ്കലാപ്പിലായിരിക്കുന്ന 2 മുന്നണികളാണ്. കാരണം കേരളത്തെ ഇതുവരെ കഴിഞ്ഞ പതിറ്റാണ്ടുകളായി കേരളത്തെ കട്ടുമുടിച്ചുകൊണ്ടിരുന്ന 2 മുന്നണികൾ ആകെ ബേജാറിലാണ്. കാരണം ഇതാ വരുന്ന ഒരു മൂന്നാമതൊരു ശക്തി കൂടി എന്ന് പറയുമ്പോൾ ഇവരുടെ എന്താ പറയാ, ഇവർക്ക് ഇതിലുള്ള ആധിപത്യം നഷ്ടപ്പെടുകയാണല്ലോ. അതുകൊണ്ട് ഇവരിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇല്ല BJP ഇവിടെ വരാൻ ഒരു സാധ്യതയില്ല, ഇത് കേരളമാണ്. കേരളം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഒരു ഭാഗമല്ലാത്ത പോലെയാണ് ഈ പറയുന്ന സഖാക്കളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെന്തെങ്കിലും ആവട്ടെ, വരാതിരിക്കുമോ എന്നുള്ളതല്ല ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്. ഈ പാലക്കാടുള്ള നമ്മുടെ യുവമോർച്ച പ്രവർത്തകര് 25,000 ലഡു ഇന്നലെ തന്നെ അവർ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത് പറഞ്ഞത്. അപ്പോൾ ഫലപ്രഖ്യാപനം ഫലപ്രഖ്യാപനം വരുമെന്ന് വേണ്ട, അതിന് മുമ്പ് തന്നെ ഏതാണ്ട് ഒരു ഉച്ചയോടെ തന്നെ ഏതാണ്ട് സ്ഥിതിഗതികളൊക്കെ മനസ്സിലായി കഴിയുമ്പം എക്സിറ്റ് പോൾ പ്രവചനങ്ങളുടെ ഒക്കെ ആ രീതിയിലാണ് പോകുന്നതെങ്കിൽ എന്നുള്ളൊരു പ്രശ്നമേ ഇവർക്കില്ല. കാരണം 100% ഇവർ പ്രതീക്ഷിക്കുന്നത് 3-ാം തവണയും മോദി അധികാരത്തിൽ വരുമെന്നാണ്. മാത്രമല്ല കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കുമെന്നാണ്. അപ്പൊ ഇവർ ലഡു വെച്ച് കാത്തിരിക്കുകയാണ്, കാരണം ലഡു വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ പറയുന്നത് ആദ്യത്തെ ലഡു കൊടുക്കേണ്ടത് പ്രശാന്ത് കിഷോറിനാണ്. കാരണം പ്രശാന്ത് കിഷോറാണ് വളരെ ആധികാരികമായി, കാരണം അങ്ങനെയായിരുന്നല്ലോ ഇലക്ഷൻ തുടങ്ങുന്ന കാലത്ത്, അല്ലെങ്കിൽ വോട്ടെടുപ്പ് തുടങ്ങുന്ന കാലത്ത് ഇന്ത്യ മുന്നണിക്കുള്ള സാധ്യതകളെ കുറിച്ച് പോലും ആരും പറഞ്ഞിരുന്നില്ല. എന്തായാലും NDA തന്നെയാണ് അധികാരത്തിൽ വരാൻ പോകുന്നത് എന്നുള്ള തരത്തിലായിരുന്നു നമ്മുടെ വോട്ടെടുപ്പിന്റെ 1ഉം 2ഉം ഘട്ടങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴുണ്ടായിരുന്നത്. പക്ഷെ ഒരു 3-ാം ഘട്ടം 4-ാം ഘട്ടമൊക്കെ എത്തിയപ്പോഴേക്കാണ് ഇന്ത്യ മുന്നണി എന്താ പറയാ, നമ്മുടെ അടുത്ത അധികാരം ഞങ്ങൾ പിടിച്ചെടുക്കുമെന്നുള്ള തരത്തിൽ ഇന്ത്യ മുന്നണി മാത്രമല്ല, അതിനനുസരിച്ച് തന്നെ ഒരുപാട് മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ തന്നെ ചില മാധ്യമങ്ങൾ ഇരുന്ന് കണക്ക് കൂട്ടിയിട്ട് കഴിഞ്ഞ തവണ 352 സീറ്റ്, അല്ലെങ്കിൽ BJPക്ക് 303 സീറ്റ് ഓരോ സംസ്ഥാനങ്ങളിൽ ഇതാ കുറയാൻ പോകുന്നു. UPയിൽ കഴിഞ്ഞ പ്രാവശ്യം 62 ആയിരുന്നു, ഇപ്രാവശ്യം അതിൽ 52ഉം പോകും, ഇനി 10ഉം കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തിരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധന്മാരുണ്ടല്ലോ. അത്തരത്തിലുള്ള ആൾക്കാർ അവസാനം കണക്ക് കൂട്ടി ഞാൻ കണക്കൂട്ടി വിചാരിച്ച അവസാനം ഒന്നും കിട്ടില്ല NDAക്ക് എന്നാണ് പറയാൻ പോകുന്നത്. അതായത് NDAക്ക് കേവല ഭൂരിപക്ഷം ഒന്നും കിട്ടില്ല, തകർന്നടിയാൻ പോകുകയാണെന്നൊക്കെ പറഞ്ഞ കൂട്ടരുണ്ടായിരുന്നു.
അപ്പൊ അതിന്റെ ഇടയ്ക്കാണ് ഈ ഒരു എക്സിറ്റ് പോൾ പ്രവചനം വന്നത്. അതുകൊണ്ട് തന്നെ ത്രില്ലടിച്ച ഇവര് ലഡു വിതരണം ചെയ്യാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞുകൊണ്ട് വന്ന പ്രശാന്ത് കിഷോറിന്റെ കാര്യമാണ്. അപ്പൊ ഇതിനൊരു പൊട്ടിച്ചത്, അല്ലെങ്കിൽ ഈ ഒരു എൻ ഡി എ തകരാൻ പോവുകയാണ്, ഇന്ത്യ മുന്നണിയാണ് അധികാരത്തിൽ വരാൻ പോകുന്നത് എന്ന് പറയുന്ന ഒരു നറേഷൻസിനെ ആദ്യം തന്നെ ഈ വീർപ്പിച്ച ബലൂണിനെ കുത്തിപ്പൊട്ടിച്ചത് പ്രശാന്ത് കിഷോറാണ്. അപ്പൊ പ്രശാന്ത് കിഷോർ പറഞ്ഞപ്പോഴാണ് യോഗേന്ദ്ര യാദവ് അതിന്റെ പിന്നാലെ വന്നിട്ട് ഇല്ല കിട്ടില്ല എന്ന് പറഞ്ഞത്. പിന്നെ തേജസ്വി യാദവിന്റെ, അല്ലെങ്കിൽ തേജസ്വി യാദവ് മാത്രമല്ല, പ്രതിപക്ഷ മുന്നണി നിരയിലെ എല്ലാവരും പ്രശാന്ത് കിഷോറിനെ ആക്രമിക്കുകയായിരുന്നു. ഇയാൾ പറഞ്ഞത് ഇയാൾ BJP ഏജന്റ് ആണെന്ന് വരെ പറഞ്ഞു. നമുക്ക് നോക്കാം. ഏതായാലും ഇനി മിനിറ്റുകൾ മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പൊ ഏതായാലും ഈ പാലക്കാട്ടെ യുവമോർച്ച പ്രവർത്തകർ തയ്യാറാക്കുന്ന ലഡു ആദ്യം തന്നെ പ്രശാന്ത് കിഷോർ രുചിക്കട്ടെ, അല്ലെങ്കിൽ പ്രശാന്ത് കിഷോർ നുണയട്ടെ എന്നാണ് ഇതിന്റെ തുടക്കത്തിൽ എനിക്ക് പറയാനുള്ളത്. പിന്നെ മറ്റൊരു കാര്യം കൂടി, ഇനി NDA നേരത്തെ പ്രവചിച്ച പോലെ തന്നെ, എക്സിറ്റ് പോൾ പ്രവചനം പോലെ തന്നെ NDA കഴിഞ്ഞ തവണത്തെക്കാൾ 352 സീറ്റിനേക്കാൾ കൂടുതൽ സീറ്റ് നേടി കഴിഞ്ഞാൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് അറിയാലോ, EVM മെഷീനാണ് പ്രശ്നം. അല്ലെങ്കിൽ EVM മെഷീനിലുണ്ടായ പാകപ്പിഴയല്ല, ക്രമക്കേട്. EVM മെഷീൻ അതിനനുസരിച്ച് സെറ്റ് ചെയ്ത് വെച്ച്, അതുകൊണ്ടാണല്ലോ 400 സീറ്റുകൾ നേരത്തെ തന്നെ BJP ആദ്യം തന്നെ 370 എന്ന് പറഞ്ഞു, അത് കഴിഞ്ഞ് 400 എന്ന് പറഞ്ഞു, 400 കടക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഇതിനൊക്കെ മാത്രമല്ല, സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ രാഷ്ട്രപതി ഭവനിൽ അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയെന്നാണ് കഴിഞ്ഞ ദിവസം വന്ന റിപ്പോർട്ടുകൾ. അപ്പൊ ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ EVM മെഷീനിൽ BJP സർക്കാർ EVM മെഷീനിൽ, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ ക്രമക്കേടുകൾ നടത്തി, അതുകൊണ്ടാണ് ഇവർ ജയിക്കാൻ പോകുന്നത് എന്നുള്ള തരത്തിലുള്ള ഒരു ആരോപണമായിരിക്കും ഇനി വരാൻ പോകുന്നത് എന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ അതിന് മുന്നോടിയായിട്ട് തന്നെ ഇലക്ഷൻ കമ്മീഷൻ അതിനൊരു പാറ വെച്ചിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു, ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വെറുതെ ഒച്ചപ്പാട് ബഹളം ഉണ്ടാക്കണ്ട, 40,000 രൂപ കെട്ടിവെച്ച് കണ്ട് അപേക്ഷിച്ചാൽ മതി. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ നിങ്ങളുടെ മുന്നിൽ വെച്ച് തുറന്ന് അതിന്റെ ഓരോ പാർട്ടും, അതിന്റെ മൈക്രോ കൺട്രോളിംഗ് സിസ്റ്റവും, അതിന്റെ എന്താ പറയാ ഓരോ ഘടകങ്ങളും നിങ്ങൾക്ക് പരിശോധിക്കാമെന്നുള്ള രീതിയിലാണ് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിരുന്നത്. അപ്പം പിന്നെ ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വേണമെങ്കിൽ ഇന്നും നാളെയും മറ്റന്നാളൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാം. പക്ഷേ തോറ്റവരൊന്നും കുറ്റം പറയേണ്ട കാര്യമില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അതാത് ജില്ലകളിലെ എന്താ പറയാ ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുക്കാം. പരാതി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇത് പരിശോധിച്ച് എന്തെങ്കിലും ക്രമക്കേട് തെളിഞ്ഞാൽ ഇവരുടെ ഈ കെട്ടിവെച്ച പൈസയൊക്കെ തിരിച്ചു കൊടുക്കും എന്നുള്ള കാര്യം ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഈ EVM-നെ കുറ്റം പറഞ്ഞ് രക്ഷപ്പെടാമെന്ന് കരുതണ്ട. കാരണം തെരഞ്ഞെടുപ്പാണ്. എല്ലാ കാലത്തും എല്ലാവരും ജയിച്ചോളണമെന്നൊന്നുമില്ല. ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ നമുക്കറിയാലോ, നേരത്തെ വാജ്പേയി സർക്കാരിന്റെ ഒക്കെ കാലത്ത് ഉണ്ടായിരുന്ന ഈ പറയുന്ന പ്രവചനങ്ങൾ, അല്ലെങ്കിൽ എക്സിറ്റ് പോൾ പ്രവചനങ്ങളൊക്കെ തെറ്റിയെന്ന് നമുക്കറിയാം. ഈ പ്രാവശ്യം തെറ്റാം. കാരണം ഈ 11-ൽ 10 പേരും 350-ൽ കൂടുതൽ സീറ്റുകൾ പ്രവചിച്ചു എന്ന് പറഞ്ഞത് തെറ്റാം. ഇതൊക്കെ സാധ്യതയാണ്. പക്ഷെ നമ്മുടെ യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലെത്തി കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഏതായാലും കാത്തിരിക്കാം, നല്ല വാർത്തകൾക്ക് വേണ്ടി കാത്തിരിക്കാം. നല്ല വാർത്തകൾ എന്ന് ഞാൻ പറഞ്ഞത് ഓരോ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നല്ല വാർത്ത എന്ന് പറയുന്നത് മറ്റേ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ചീത്ത വാർത്തയാണ്. നമ്മളെല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് തൃശ്ശൂരിൽ എന്ത് സംഭവിക്കാൻ പോകുന്നു, തിരുവനന്തപുരത്ത് എന്ത് സംഭവിക്കാൻ പോകുന്നു, ആലപ്പുഴയിൽ എന്ത് സംഭവിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ പത്തനംതിട്ടയിൽ എന്ത് സംഭവിക്കാൻ പോകുന്നു, കേരളത്തിൽ താമര വിടരുമോ, അങ്ങനെ 100,000 ചോദ്യങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇനി വരും മണിക്കൂറുകളിൽ നമുക്ക് ഓരോരോ തിരഞ്ഞെടുപ്പ് ഫലങ്ങളായിട്ട് അനലൈസ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഏതായാലും നന്ദി, നമസ്കാരം. നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത് തന്നെ നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ.